ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി വെതറാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയും ഭയങ്കര മൂടി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ഇന്ന് നല്ല പ്ലസൻറ്റ് വെതറാണ്, വലിയ തണുപ്പില്ല, നല്ല അടിപൊളി വെതർ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് പുറത്തോട്ട് പോകാം, വീട്ടിൽ തന്നെ ഇരിക്കണ്ട. ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ, എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. സമ്മറൊക്കെ ആയല്ലോ, അപ്പോൾ കുറച്ച് സമ്മർ ക്ലോത്ത്സൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഒരു ഷൂ എടുക്കാനുണ്ട്. അപ്പോൾ എന്ന് വിചാരിച്ചു എന്നാൽ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ അടിപൊളി എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ഈത്തൻ സെൻറ്റർ മോളുണ്ട്, അവിടെ ആട്ടോ പോണത്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഞങ്ങളിതേ ഇപ്പോൾ സ്റ്റേപ്പിൾസിൽ വന്നതാണ് കേട്ടോ. ഷീൻ്റെ കുറച്ച് റിട്ടേൺ ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റേപ്പിൾസിൽ വന്നിട്ട് അത് റിട്ടേൺ ചെയ്തിട്ട് നമ്മൾ ഡഫറിൻ മോളിൽ പോകാമെന്നാണ് വിചാരിക്കണേ. കാരണം ഡഫറിനിൽ വോൾമോട്ടിലും ഒരു ഷൂ റിട്ടേൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും റിട്ടേൺ നടന്നിട്ട് വേണം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ സ്റ്റേപ്പിൾസിൽ പോയി ഫസ്റ്റ് റിട്ടേൺ ചെയ്തിട്ട് ബാക്കി പരിപാടി നടത്താം. ഞങ്ങൾ ഇന്നലെ ബ്ലാക്ക് ഒക്കെ ആയിട്ട് ഇട്ടേക്കുന്ന രണ്ടുപേരും. ഞാനും ബ്ലാക്കും, ബ്ലൂ ജീൻസ് അല്ല, എൻ്റെ ഒരു ഗ്രേ ജീൻസ്, അനീഷ് ബ്ലാക്കും ബ്ലൂ. അതുകൊണ്ട് നമ്മൾ നല്ല മാച്ചിങ് ആയിട്ടാണ് ഇന്ന് നടക്കുന്നത്. നമ്മൾ സ്റ്റേപ്പിൾസ് എത്തി, റിട്ടേൺ ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഈ ഒരു സാധനം എനിക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുള്ള കേട്ടോ, പക്ഷേ നല്ല റേറ്റാണ്. 379, വലുതിന് 529. നമ്മൾ വോൾമോട്ടിൽ വന്നതാണ്. ഇങ്ങനൊരു സാധനം കണ്ടിട്ടോ, സ്കിബിഡി മിസ്റ്ററി ടോയ്ലറ്റ് സർപ്രൈസ് യൂനോ ഫ്ലിപ്പ്. ഊന മേടിക്കാം, ഊനോൻ്റെ ഫ്ലിപ്പ് മേടിക്കാം. ഞങ്ങൾ ആദ്യം പോയത് വോൾമോട്ടിലാണ് കേട്ടോ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഷൂ റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഷൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ടോയ്സിൻ്റെ ഏരിയയിൽ വന്നിട്ട് വെറുതെ ഓരോന്ന് നോക്കുകയാണ് കേട്ടോ. അനീഷിന് ഭയങ്കര ഇഷ്ടമാണ് ടോയ്സ് സെഷനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അനീഷ് അത് മേടിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഊനോ ഫാൻസാണ്, നമ്മൾ ഊനോ കളിക്കാറുണ്ട്. ഊനോൻ്റെ ഫ്ലിപ്പ് നമ്മുടെ കയ്യിലില്ല, അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് മേടിക്കാനും കൂടെയാണ് അവിടെ പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വോൾമോട്ടിൽ തന്നെ 2-3 ടീഷർട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രൈപ്സ് ഉള്ള ഇതുപോലത്തെ ടീഷർട്ട്സ് ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എല്ലാ സ്റ്റോറിലും കാണാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് ഇട്ട് നോക്കിയതാണ്. നമ്മൾ മെഗ്ഡിയിൽ വന്നു, ഒരു ഐസ് കോഫി മേടിച്ചു. അനീഷ് ഐസ് കോഫിയും ജൂനിയർ ചിക്കനും മേടിച്ചു. കുറച്ചു നേരം വോൾമോട്ടിക്കൂടെയൊക്കെ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പം അവിടെ തന്നെയുള്ള ഒരു മെഗ്ഡിയിൽ നിന്ന് നമ്മളൊരു ഐസ് കോഫിയും ചെറുതായിട്ടൊരു ജൂനിയർ ചിക്കനൊക്കെ കഴിച്ച് അടുത്ത ഷോപ്പിംഗ് പരിപാടിക്ക് ഇറങ്ങി കേട്ടോ. അടുത്ത ഞാൻ ഷൂ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. മെയിനായിട്ട് ഞാൻ ഈ ഷോപ്പിങ്ങിൽ ഒരു ഷൂ വേണമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. കുറച്ച് നാളെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു എനിക്കൊരു ഷൂ മേടിക്കണം. ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് എൻ്റെ മനസ്സിലൊരു ഷൂ ഉണ്ടായിരുന്നു കേട്ടോ, സ്റ്റീവ് മേഡൻ്റെ ഒരു ഷൂ. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പം ആ സെയിം ഷൂ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. സൈസ് 6 എന്താണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തായാലും ഷൂ ഒക്കെ മേടിക്കണം എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ അടുത്തുള്ള കടകളിലൊക്കെ പിന്നെ പോയി നോക്കി.
അപ്പോൾ എനിക്ക് ഷൂ കിട്ടിയത് പിന്നെ ആൾഡോയിൽ നിന്നാണ് കേട്ടോ. അവിടെ നിന്നൊരു എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയൊരു ഷൂ പിന്നെ മേടിച്ചു. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ആലോചിക്കുന്നത്, ഞാൻ എത്ര ഷൂ ആണ് ഇട്ട് നോക്കുന്നത്. എനിക്കൊരു സാധനം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും കേട്ടോ. അത് കുറേ നേരം ഇട്ട് നോക്കി, ഇത് വേണോ, കുറേ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും. ശരിക്കും അത് നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് നല്ലതാണ്, പക്ഷേ ചില സമയത്ത് നമുക്ക് ഭയങ്കര ദേഷ്യം വരും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഓഫ്ലൈൻ ഷോപ്പിംഗ് ചില സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാതെയാവും. അപ്പോൾ ഈ പ്രാവശ്യം തന്നെ കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നത്. എനിക്കായിട്ട് ഡ്രസ്സ് മേടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നും പറഞ്ഞ് പോകുന്നത്. ആ ടൈമിലൊക്കെ ഇതുപോലെ ഈ ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് വെറുത്ത് പോകാറുണ്ട് ഈ ഷോപ്പിങ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തീരുമാനം എടുക്കും, ഇനി എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ചെയ്യുന്നുള്ളൂ, ഓൺലൈൻ നോക്കിയിട്ട് ചെയ്യാമെന്ന്. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഓൺലൈൻ നോക്കുമ്പോഴോ അതും ഒന്നും കിട്ടില്ല. പ്രധാന പ്രശ്നം ഈ ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. അതിപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ഒരു ഷൂ കണ്ടുപിടിച്ചു. അടുത്തത് ഇനി ഡ്രസ്സ് എടുക്കുന്ന ഒരു ചടങ്ങാണ്. കുറേ കടകൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കയറി ഇറങ്ങി. പിന്നെ ഇപ്പം സൂസിയിൽ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഈത്തൻ സെൻറ്ററിലും മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ സൂസി. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഡെഫറിനിലും നേരത്തെ സൂസി ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് അടിപൊളി കളക്ഷനൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഇവിടെ കാനഡയുള്ളവർക്ക് സൂസിയിൽ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. എനിക്കിപ്പം കുറച്ച് കൂടുതൽ സൂസി ഷോപ്പിംഗ് ഇഷ്ടമാവുന്നുണ്ട്. ഇന്നത്തെ ഫുൾ ഷോപ്പിംഗ് എനിക്ക് മാത്രമായിരുന്നു കേട്ടോ. അനീഷിന് പ്രത്യേകിച്ചൊന്നും മേടിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പേഷ്യൻ്റായിട്ട് എൻ്റെ കൂടെ എല്ലാ കടകളിൽ കയറി ഇറങ്ങി എനിക്കിഷ്ടപ്പെട്ട സാധനം ചൂസ് ചെയ്യുന്നവരെ എൻ്റെ കൂടെ നിന്നു കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ പുള്ളി ഭയങ്കര മടി കാണിക്കാറുണ്ട് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ വേണ്ടിയിട്ട്. ഈ മുമ്പ് പറഞ്ഞ ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഓരോന്നും എടുത്തിട്ട് ഇത് വേണോ അഭിപ്രായങ്ങൾ ചോദിച്ച് അത് വേണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഞാൻ പോസ്റ്റ് ആക്കാറുണ്ട്. പക്ഷേ ഇന്ന് വളരെ പേഷ്യൻ്റായിട്ട് എനിക്കിഷ്ടമുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമും അതുപോലെ തന്നെ എനിക്ക് വീഡിയോസും എല്ലാം എടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് ടു അനീഷ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഷൂ ഞാൻ വളരെ റിസർച്ച് ചെയ്ത് വന്ന് നോക്കിയിട്ട് എനിക്ക് സൈസൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തു. അതുപോലെ തന്നെ ഞാനൊരു ടോപ്പും ഇതുപോലെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട്. അത് വെയ്സ്റ്റ് കോട്ടാണ്. ഞാൻ കുറേ അത് അന്വേഷിച്ചു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. കുറേയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ സൂസിന്ന് അതിനെ വേസ്റ്റ് കോട്ട് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും അതുപോലത്തെ ഒരു സാധനം എനിക്ക് കിട്ടി. അപ്പം അതാണ് എടുത്തത്. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു. ഇത് ഞാൻ അർബൻ പ്ലാനറ്റിൽ പോയിട്ട് കുറച്ച് പാൻസൊക്കെ നോക്കിയതാണ് കേട്ടോ. വെറുതെ ഇട്ട് നോക്കിയതാണ്. പക്ഷേ എനിക്കൊന്നും എൻ്റെ ഒരു സൈസോ അല്ലെങ്കിൽ ഒരു ഫിറ്റിംഗ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതൊന്നും എടുത്തില്ല. ഫൈനലി അങ്ങനെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ.